ഒരാൾ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വരുമ്പോൾ വീഴാൻ സാധ്യതയുള്ളത്. അതേപോലെ അപ്പോൾ ആ പ്രോംപ്റ്റ്ലി എങ്ങനെയാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ചെയ്ത് ആളുടെ ജീവൻ രക്ഷിക്കുന്നതെന്നാണ് കണ്ടത്. നമ്മുടെ BP കുറഞ്ഞിട്ടും ഷുഗർ കുറഞ്ഞിട്ടൊക്കെ പേഷ്യന്റ് പെട്ടെന്ന് വീഴാറുണ്ടല്ലോ ഇതേപോലെ. ആ സമയത്ത് നമുക്ക് CPR കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ BP കുറഞ്ഞാൽ, ഷുഗർ കുറഞ്ഞാൽ നമ്മൾ കാരോട്ടിഡ് പൾസ് നോക്കുമ്പോൾ പൾസ് അവിടെ ഉണ്ടാവും. ഇത് നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ നമ്മുടെ വിരൽ വെച്ചിട്ട് നിങ്ങളെല്ലാവരും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പറ്റും കാരോട്ടിഡ് പൾസ് ഉള്ളത്. അതാണ് കാരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത്. അപ്പം വീഴുന്ന ആളുടെ കഴുത്തിൽ കാരോട്ടിഡ് പൾസ് നോക്കിയിട്ട്, ഇപ്പോൾ ഞാൻ വീണപ്പോൾ എൻ്റെ കഴുത്തിൽ കാരോട്ടിഡ് പൾസ് നോക്കിയിട്ടാണ് CPR സ്റ്റാർട്ട് ചെയ്തത്. പൾസ് ഇല്ല എന്നുണ്ടെങ്കിലാണ് CPR സ്റ്റാർട്ട് ചെയ്തത്. ഏത് പൊസിഷനിലാണ് നമ്മൾ CPR കൊടുക്കണ്ടേ? ഏത് സൈഡിൽ വേണം ഇരിക്കാം. രോഗിയുടെ വലത് സൈഡിൽ ഇരിക്കാം, ഇടത് സൈഡിൽ ഇരിക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ 2 മിനിറ്റ്സിൽ കൂടുതൽ ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് CPR ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് അത് പെട്ടെന്ന് ടയർഡ് ആവുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഒരാൾ ടയർഡ് ആകുമ്പോഴത്തേക്കിനും അടുത്ത ആൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇയാൾ മാറുമ്പോഴത്തേക്കിനും അടുത്ത ആൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അവിടെ ഇതേ പ്രൊസീജിയർ ചെയ്യുന്നു. എന്നിട്ട് അയാൾ ടയർഡാകുമ്പോൾ ഇദ്ദേഹം പിന്നെയും ചെയ്യുന്നു. അതിങ്ങനെ മാറി മാറി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. CPR കൊടുക്കേണ്ട കേസാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ബേസിക് ലൈഫ് സപ്പോർട്ടിൽ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരാൾ താഴെ വീണു, അപ്പൊ ആളെ നമ്മൾ ശക്തിയായിട്ട് ഇങ്ങനെ വിളിച്ചു നോക്കാം. ഭയങ്കര ഷൗട്ട് ചെയ്ത് പുലിക്ക് വിളിച്ചു. അപ്പൊ ആൾക്ക് ചെറിയ ബോധക്ഷയൊക്കെയാണ് ആൾ ഞരങ്ങോ ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ആൾക്ക് പൾസ് ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ ശ്വാസം ഉണ്ടോ ഇല്ലയോ നോക്കും. അപ്പം ശ്വാസമില്ല, പൾസുമില്ല എങ്കിലാണ് നമുക്ക് കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ, അതാണ് CPRന്റെ മുഴുവൻ പേര്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ഹാർട്ടിനും പൾമെന്ന് വെച്ചാൽ സംതിങ് റിലേറ്റഡ് ലങ്സിനും കൂടി വേണ്ടുന്ന റീസസിറ്റേഷൻ, പുനർജീവന പ്രക്രിയ. നമ്മൾ CPR ചെയ്യുമ്പോൾ സാറേ ഇതിന്റെ സെൻറ്ററിങ് എവിടെയായിട്ടാണ് വരുന്നത്? കറക്റ്റ് പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വലിയ പ്രയാസമൊന്നുമില്ല. തുടങ്ങുന്നത് ഈ കുഴിയിൽ നിന്ന് ഈ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഇവിടെ തുടങ്ങുന്ന ഒരു കുഴിയുണ്ട്, അവിടെ ഈ നെഞ്ചിന്റെ അടിപ്പുറയാണ്. അതിന്റെ ഭാഗത്തുനിന്ന് തൊട്ട് താഴെയായിട്ട് കൈ വയ്ക്കാം. നിങ്ങൾക്ക് വലത്ത് കൈ വേണമെങ്കിലും വയ്ക്കാം, നിങ്ങൾക്ക് ഇടത്ത് കൈ വേണമെങ്കിലും വയ്ക്കാം. ഇത് നെഞ്ചിന്റെ നടുക്കാണ്. നമ്മുടെ ഹാർട്ട് എപ്പോഴും നെഞ്ചിന്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ CPR ചെയ്യേണ്ടത് നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ട്. സാർ, അപ്പോൾ CPR കൊടുത്തു കഴിഞ്ഞിട്ട് കൃത്രിമ ശ്വാസം കൊടുക്കണ്ടേ? അതെ, CPR എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് കൃത്രിമ ശ്വാസം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ആണ്. കാർഡിയോ ഹാർട്ടിന് വേണ്ടി, പൾമണറി ശ്വാസകോശത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കംപ്രഷൻ, ചെസ്റ്റ് കംപ്രഷൻ, അതാണ് കാർഡിയക് മസാജ് എന്ന് പറയുന്നത്, അതാണ് പ്രാധാന്യം ഉള്ളത്. പക്ഷേ ഒരു 30 കംപ്രഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് 2 ശ്വാസം കൊടുക്കാവുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ ഒരാൾ മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ശരിക്കും ഈ ബ്രീത്ത് കൊടുക്കണമെന്നില്ല, ശ്വാസം കൊടുക്കണമെന്നില്ല. 2 പേരുണ്ടെങ്കിൽ ഇത് മാറി മാറി ചെയ്യാം. ഒരു കംപ്രഷൻ ചെയ്യുന്ന ആൾ ചെയ്യുന്ന സമയത്ത് 30 തവണ ചെയ്യുമ്പോൾ 2 ബ്രീത്ത്, അത് ഈ ഭാഗം ഉയർത്തി ഈ ഭാഗം താഴ്ത്തുക. ചിൻ ലിഫ്റ്റ്, ഹെഡ് ടിൽറ്റ് എന്ന് പറഞ്ഞിട്ട്. സാർ, നമ്മൾ ഊതുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് അല്ല നമുക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ പേഷ്യന്റ് ഇത് ഊതി കൊടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ അകത്തേക്ക് ചെല്ലുന്നത്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും കുഴപ്പമില്ല, എയർ സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ലങ്സ് വികസിച്ചിട്ട് പുറത്തേക്ക് എയർ പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഊതുന്ന ആ എയർ വെച്ചിട്ടല്ല രോഗി ജീവിക്കാനൊന്നും പോകുന്നത്. ശരിക്കും നമ്മൾ കംപ്രഷനാണ്, കാർഡിയക് മസാജ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ലങ്സ് കൂടെ കംപ്രഷൻ ആവുന്നുണ്ട് നമ്മൾ മസാജ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും ലങ്സിലുള്ള എയർ പുറത്തേക്ക് പോകുന്നുണ്ട്, റീകോയിൽ സിസ്റ്റം വഴി അകത്തേക്ക് കയറുന്നുണ്ട്. അതേപോലെ കാർഡിയക് മസാജ് കൊടുത്തതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭാഗമായിരിക്കണം, മറ്റു വിരലുകളൊന്നും ഈ ചെസ്റ്റ് ബോളിൽ സ്പർശിക്കാൻ പാടുള്ളതല്ല. ഈ ഭാഗം വെച്ചാണ് കൊടുക്കേണ്ടത്. അതേ കൈ ഇങ്ങനെ പിടിക്കുക. അതുപോലെ ഈ എൽബോ, ഈ ജോയിന്റ് ഒരിക്കലും മടങ്ങരുത്. നമ്മൾ കൊടുക്കുന്നു, മടങ്ങാൻ പാടില്ല. നമ്മുടെ നടു വെച്ചിട്ടാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. 1 മിനിറ്റിൽ 100 മുതൽ 120 വരെ കംപ്രഷൻസ് ആണ്. അതേപോലെ നമ്മൾ ഈ കംപ്രഷൻ എത്ര ഡെപ്ത് താഴുന്നത് ഒരു 5 സെന്റിമീറ്ററോളം, ഏകദേശം 5 സെന്റിമീറ്ററോളം. ഒരുപാട് അങ്ങ് താന്നും പോകരുത്, എന്നാൽ കുറച്ച് വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് പോകാതെ ഫുൾ ആ എത്രയാണോ കംപ്രസ് ചെയ്തത് അത് തിരിച്ച് റീകോയിൽ ചെയ്യാനുള്ള അവസരം ആ ചെസ്റ്റിന് കൊടുക്കും. നമ്മളിങ്ങനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 2-3 തവണ കൊടുത്തിട്ട് വേറെ ബോധം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്. അറ്റ്ലീസ്റ്റ് ഒരു 30 കംപ്രഷനെങ്കിലും ഒരു സിംഗിൾ സൈക്കിളിൽ ചെയ്യലാണ്. 2 മിനിറ്റ്സ് വരെ നമുക്ക് ചെയ്യാം. ഈ 30 കംപ്രഷൻ വരുമ്പോൾ നമ്മൾ കംപ്രഷൻ 2 ബ്രേത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കംപ്രസ് ചെയ്യുന്ന ആൾക്ക് പിന്നെയും തുടരാം. അയാൾ ടയർഡ് ആകുമ്പോഴാണ്
ഓപ്പോസിറ്റ് വേറെ വന്നിട്ട് ഈ കമ്പർഷൻ ടേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ആള് മാറുന്ന സമയത്ത് ഒരുപാട് ഡിലേ വരും. കാര്യം ആ രോഗിയുടെ മിടിപ്പാണ്, ഹൃദയത്തിന്റെ മിടിപ്പാണ്, അതൊരിക്കലും പോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മളൊരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നത്, അല്ലെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അതുവരെ നമ്മൾ കാർഡിയക് മസാജ്, അല്ലെങ്കിൽ ആൾക്ക് ഒരു പൾസ് കിട്ടുന്നിടം വരെ. ആൾക്ക് പൾസ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പർഷൻ നിർത്താവുന്നതാണ്. അതേസമയം പിന്നെ നമ്മൾ നോക്കാൻ വേണം പൾസ് ഉണ്ടോ, ശ്വാസം എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നിടം വരെ നമ്മൾ അലേർട്ടായിരിക്കണം.